ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്, കുന്നിൻ മുകളിലെ പ്രകാശം. ഇതാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇനി സ്റ്റോറി എഴുതിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലൂസി ക്ലിഫോർഡ്, 1846 to 1929. 1846 ജനിച്ച് 1929 മരിച്ചുപോയ ലൂസി ക്ലിഫോർഡ്, ബെറ്റർ നോൺ ആസ് മിസ്സിസ് WK ക്ലിഫോർഡ്. അവൾ മിസ്സിസ് WK ക്ലിഫോർഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ലൂസി ക്ലിഫോർഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിസ്സിസ് WK ക്ലിഫോർഡ്. അവൾ ഹസ്ബൻഡിൻ്റെ പേരാണ്. വാസ് എ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആയിരുന്നു, ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകയായിരുന്നു. ആൻഡ് ദ വൈഫ് ഓഫ് വില്യം കിൻഡൺ ക്ലിഫോർഡ്, WK ക്ലിഫോർഡിൻ്റെ ഭാര്യയുമായിരുന്നു. ഹർ ബെസ്റ്റ് നോൺ സ്റ്റോറി, അവളുടെ ഏറ്റവും പ്രസിദ്ധമായ കഥ മിസ്സിസ് കെയ്റ്റ്സ് ക്രൈം വാസ് ഫോളോവഡ് ബൈ സെവറൽ അതർ വോള്യൂംസ്. ആ സ്റ്റോറിക്ക് പിന്നാലെ വേറെയും ഒരുപാട് പുസ്തകങ്ങൾ വന്നു. ഷീ ഓൾസോ റോട്ട്, അവൾ എഴുതിയ കുറച്ച് പുസ്തകങ്ങളും കൂടി പറയുകയാണ്. ഷീ ഓൾസോ റോട്ട്, അവൾ എഴുതുക കൂടി ചെയ്തു. ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ് ആൻഡ് മിയർ സ്റ്റോറീസ് ആൻഡ് എ പ്ലേ, ഒരു നാടകം എഴുതിയിട്ടുണ്ട്, എ വുമൺ അലോൺ. ഷീ ഈസ് മോസ്റ്റ് ഓഫൺ റിമെമ്പേർഡ്, അവൾ മിക്കപ്പോഴും ഓർക്കപ്പെടുന്നു ആസ് ദ ഓതർ ഓഫ് ദ എനി ഹൗ സ്റ്റോറീസ്, മോറൽ ആൻഡ് അതർവൈസ്. ഈ രണ്ട് കൃതികളുടെ രചയിതാവായിട്ടാണ് മിക്കപ്പോഴും അവൾ ഓർക്കപ്പെടുന്നത്. എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് റിട്ടൺ ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട കുറച്ച് സ്റ്റോറികളുടെ സമാഹാരമാണ്. ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. I want to work at my picture, he said and went into the field. The little sister went too and stood by him watching while he painted. I want, ഞാൻ ആഗ്രഹിക്കുന്നു, ടു വർക്ക് ചെയ്യാൻ, അറ്റ് മൈ പിക്ചർ, എൻ്റെ ചിത്രത്തിൽ. ഹി സെഡ്, അവൻ പറഞ്ഞു, ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഫീൽഡ്, എന്നിട്ട് വയലിലേക്ക് പോയി. ദ ലിറ്റിൽ സിസ്റ്റർ വെൻറ്റ് ടു, ചെറിയ സഹോദരി കൂടി അവൻ്റെ കൂടെ പോയി. ആൻഡ് സ്റ്റുഡ് ബൈ ഹിം, അവൻ്റെ അടുക്കൽ നിന്നു. വാച്ചിങ് വൈൽ ഹി പെയിൻറ്റഡ്, അവൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിന്നു. The trees are not quite straight, she said, and oh dear brother, the sky is not blue enough. It will all come right soon, he answered. Will it be of any good? The trees are not quite straight. മരങ്ങൾ പൂർണ്ണമായും നേരെയല്ല, she said, അവൾ പറഞ്ഞു. And oh dear brother, പ്രിയപ്പെട്ട സഹോദര, the sky is not blue enough. ആകാശം വേണ്ടത്ര നീലയല്ല. It will all come റൈറ്റ് സൂൺ, അവയെല്ലാം പെട്ടെന്ന് തന്നെ ശരിയായി വരും. ഹി ആൻസേർഡ്, അവൻ മറുപടി പറഞ്ഞു. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നീ ഇപ്പോൾ പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഹോ യെസ്, ഷീ സെഡ്, വണ്ടറിങ് ദാറ്റ് ഹി ഷുഡ് ഈവൺ ആസ്. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. ദേ വിൽ ഫീൽ അസ് ഇഫ് ദേ വേർ ഇൻ ദ ഫീൽഡ്. ഹോ യെസ്, അതെ. ഷീ സെഡ്, അവൾ പറഞ്ഞു, വണ്ടറിങ്, ആലോചിച്ചുകൊണ്ട്. ദാറ്റ് ഹി ഷുഡ് ഈവൺ ആസ്ക്, അവൻ ഇനിയും ചോദിക്കുമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട്. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ, അത് ജനങ്ങളെ ആക്കി തീർക്കും. ഹാപ്പി, സന്തോഷവാന്മാരാക്കി തീർക്കും. ടു ലുക്ക് അറ്റ് ഇറ്റ്, അതിലേക്ക് നോക്കൽ അവരെ സന്തോഷവാന്മാരാക്കി തീർക്കും. ദേ വിൽ ഫീൽ, അവർക്ക് ഫീൽ ചെയ്യും. അസ് ഇഫ് ദേ വേർ ഇൻ ദ ഫീൽഡ്, അവർ വയലിലാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യും. വയലിലല്ലെങ്കിലും ആ പെയിൻറ്റിങ് കാണുമ്പോൾ അവർ വയലിൽ നിൽക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി, വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി, പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ഷീ ആൻസേർഡ്, ആൻഡ് ഫോർ ദിസ് റീസൺ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്. ലുക്ക് അപ്പ്, ഷീ സെഡ് സഡൻലി, ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് upon the hills. And they stood together, looking at all he was trying to paint, at the trees and the field, at the deep shadows and the hills beyond, and the light that rested upon them. The sunlight was glimmering, the leaves were rustling, they could hear a stream rippling somewhere. If I do it badly, ഞാനത് മോശമായി ചെയ്താൽ, ആ പെയിൻറ്റിങ് മോശമായി ചെയ്താൽ,
വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി? അതവരെ സന്തോഷവാന്മാരല്ലാതെയാക്കുമോ? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ, നീ നിൻ്റെ വർക്ക് അർപ്പണബോധത്തോടു കൂടി ചെയ്താൽ, ആൻഡ് ഹോണസ്റ്റി, സത്യസന്ധതയോടും കൂടി ചെയ്താൽ, പീപ്പിൾ വിൽ നോ, ജനങ്ങൾ അറിയും, ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്, നീ എത്രത്തോളം കഠിനമായി ശ്രമിച്ചിട്ടുണ്ട് എന്ന്. ഷീ ആൻസേർഡ്, അവൾ മറുപടി പറഞ്ഞു. ആൻഡ് ഫോർ ദീസ് റീസൺ, ഈ കാരണത്താൽ, ദേ വിൽ ലൈക്ക്, അവർ ഇഷ്ടപ്പെടും, യുവർ വർക്ക്, നിൻ്റെ ആ വർക്ക്. ലുക്കപ്പ്, മുകളിലേക്ക് നോക്കൂ. ഷീ സെഡ് സഡൻലി, അവൾ പെട്ടെന്ന് പറഞ്ഞു. ലുക്കപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്, ആ കുന്നിൻ മുകളിലുള്ള പ്രകാശത്തേക്ക് നോക്കൂ. ആൻഡ് ദേ സ്റ്റുഡ് ടുഗദർ, അവ രണ്ടുപേരും ഒരുമിച്ച് നിന്നു. ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈയിങ് ടു പെയിൻറ്റ്, അവൻ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നോക്കിക്കൊണ്ട്. എന്തൊക്കെയാണത്? അറ്റ് ദ ട്രീസ്, മരങ്ങളിലേക്ക്, ആൻഡ് ദ ഫീൽഡ്, വയലിലേക്ക്, അറ്റ് ദ ഡീപ്പ് ഷാഡോസ്, ആഴമേറിയ നിഴലുകളിലേക്ക്, ആൻഡ് ദ ഹിൽസ് ബിയോണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള കുന്നുകളിലേക്ക്, ആൻഡ് ദ ലൈറ്റ്, പ്രകാശത്തിലേക്കും, ദാറ്റ് റെസ്റ്റഡ്, അത് നിലകൊണ്ടു, അപ്പോൺ ദം, അവയുടെ മുകളിൽ നിലകൊള്ളുന്ന പ്രകാശത്തിലേക്കും. ദ സൺലൈറ്റ് വാസ് ഗ്ലിമറിങ്, സൂര്യപ്രകാശം മങ്ങിക്കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദ ലീവ്സ് വേർ റസ്ലിംഗ്, ഇലകൾ മർമ്മര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ കുഡ് ഹിയർ, അവർക്ക് കേൾക്കാൻ പറ്റി, എ സ്ട്രീം, ഒരു അരുവി, റിപ്ലിംഗ് സംവേർ, എവിടെയോ ഓളം വെട്ടുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. ദ ഗേൾസ് സെഡ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. The boy echoed sadly, it is a sin to do anything which might represent the world badly or imperfectly. But will you always do things well? Asked the little sister. I get so tired, he said, and long to leave off so much. What do you do when you want to do your best, your very, very best? He asked suddenly. It is a beautiful world. അത് വളരെ മനോഹരമായ ലോകമാണ്. ദ ഗേൾസ് സെഡ്, പെൺകുട്ടി പറഞ്ഞു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ, വലിയ അംഗീകാരമാണ്, ടു മേക്ക് തിങ്സ്, കാര്യങ്ങൾ ഉണ്ടാക്കൽ, ഫോർ ഇറ്റ്, അതിനു വേണ്ടി, ആ ഭംഗിക്ക് വേണ്ടി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. ദ ബോയ് എക്കോഡ് സാഡ്ലി, ആൺകുട്ടിയും വളരെ ദുഃഖത്തോടു കൂടി അവൾ പറഞ്ഞ ആ വാക്കുകൾ ആവർത്തിച്ചു. അത് വളരെ ഭംഗിയുള്ള ലോകമാണ്. ഇറ്റ് ഈസ് എ സിൻ, ഒരു സിൻ മീൻസ് തെറ്റ്, കുറ്റം, ഒരു കുറ്റമാണ്, ടു ഡു എനിത്തിങ്, എന്തെങ്കിലും ചെയ്യൽ, വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ്, പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലും, ദ വേൾഡ്, ലോകത്തെ, ബാഡ്ലി, മോശമായി, ഓർ ഇംപെർഫെക്റ്റ്ലി, അപൂർണമായി. ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ? പക്ഷെ നീ എപ്പോഴും കാര്യങ്ങൾ നന്നായി ചെയ്യാറുണ്ടോ? ആസ്ക്ഡ് ദ ലിറ്റിൽ സിസ്റ്റർ, ചെറിയ സഹോദരി ചോദിച്ചു. ഐ ഗെറ്റ് സോ ടയേർഡ്, എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. ഹി സെഡ്, അവൻ പറഞ്ഞു. ആൻഡ് ലോങ്, ആഗ്രഹിക്കുന്നു, ടു ലീവ് ഓഫ് സോ മച്ച്, ഒക്കെ ഒഴിവാക്കാൻ. എനിക്കെന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് ടയേർഡാവും, ക്ഷീണം തോന്നും, ഞാനൊക്കെ ഒഴിവാക്കാൻ തോന്നും. വാട്ട് ഡു യു ഡു? നീ എന്താ ചെയ്യുക? വെൻ യു വാണ്ട് ടു ഡു, നീ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, യുവർ ബെസ്റ്റ്, യുവർ വെരി വെരി ബെസ്റ്റ്, നിൻ്റെ ഏറ്റവും നല്ല എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നീ എന്താ ചെയ്യുക? ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. സഡൻലി, പെട്ടെന്ന്. ഐ തിങ്ക് ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ്, ദെൻ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. ഷീ ആൻസേർഡ്, ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ്. ഇഫ് യു തിങ്ക് ഓഫ് ദം, യു ക്യാൻ ബിയർ പെയിൻ and walk far and do all kind of things and you do not get tired so soon. I think, എനിക്ക് തോന്നുന്നത്, if I want to do, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, മൈ വെരി വെരി ബെസ്റ്റ്, എൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം, then I will do it, ഞാൻ അന്നേരം അത് ചെയ്യും, for the people I love, ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഷീ ആൻസേർഡ്, അവൾ മറുപടി പറഞ്ഞു. ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ് ഇഫ് യു തിങ്ക് ഓഫ് ദം, നീ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്നെ അത് വളരെ കരുത്തനാക്കും. യു ക്യാൻ ബിയർ പെയിൻ, നിനക്ക് വേദന സഹിക്കാൻ പറ്റും. ആൻഡ് വാക്ക് ഫാർ, ദൂരങ്ങൾ നടക്കാൻ പറ്റും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, എല്ലാ തരം
കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സോ സൂൺ. നീ പെട്ടെന്ന് ക്ഷീണിക്കില്ല. He thought for a moment, then I shall paint my picture for you. He said, I shall think of you all the time I am doing it. Once more they looked at the hills that seemed to rise up out of the deep shadow into the light, and then together they went home. Soon afterwards, a big tragedy struck their family. One night, when the family was sleeping, the little sister died in her sleep. He thought for a moment. അവൻ ഒരു നിമിഷം ചിന്തിച്ചു. Then I shall paint my picture for you. എന്നാൽ ഞാൻ എൻ്റെ പിക്ചർ നിനക്ക് വേണ്ടി പെയിൻറ് ചെയ്യും. He said, അവൻ പറഞ്ഞു, I shall think of you. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കും. All the time I am doing it. ഞാനത് ചെയ്യുന്ന മുഴുവൻ സമയവും. വൺസ് മോർ ഒരിക്കൽ കൂടി ദേ ലുക്ക്ഡ് അവർ നോക്കി അറ്റ് ദ ഹിൽസ് കുന്നുകളിലേക്ക്. ദാറ്റ് സീംഡ് അത് തോന്നിച്ചു ടു റൈസ് അപ്പ് ഉയർന്നു വരുന്നതായിട്ട് ഔട്ട് ഓഫ് ദ ഡീപ്പ് ഷാഡോ ആഴമുള്ള നിഴലിൽ നിന്നും ഉയർന്നു വരുന്നതായിട്ട് ഇൻ ടു ദ ലൈറ്റ് പ്രകാശത്തിലേക്ക്. ആൻഡ് ദെൻ എന്നിട്ട് ടുഗദർ ഒരുമിച്ച് ദേ വെൻ ഹോം അവർ വീട്ടിലേക്ക് പോയി. സൂൺ ആഫ്റ്റർ വാർഡ്സ് അതിനുശേഷം പെട്ടെന്ന് തന്നെ എ ബിഗ് ട്രാജഡി ഒരു വലിയ ദുരന്തം സ്ട്രക്ക് ദെയർ ഫാമിലി അവരുടെ കുടുംബത്തെ പിടികൂടി ബാധിച്ചു. വൺ നൈറ്റ് ഒരു രാത്രി വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ആ കുടുംബം ഉറങ്ങുകയായിരുന്നപ്പോൾ ദ ലിറ്റിൽ സിസ്റ്റർ ചെറിയ സഹോദരി ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ് അവളുടെ ഉറക്കത്തിൽ മരിച്ചു.